കോപ്പിയടിച്ചെന്നാരോപിച്ച് പരീക്ഷ ഹാളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ജിഷ്ണുവിന് എന്തു സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ഇതേക്കുറിച്ച് അറിയാവുന്നത് ജിഷ്ണുവിനൊപ്പം ആ സമയമുണ്ടായിരുന്ന നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, അധ്യാപകൻ പ്രവീൺ എന്നിവർക്ക് മാത്രമാണ്. നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ പ്രിൻസിപ്പലിന്റെ മൊഴിയും ഇന്നലെ ശക്തിവേൽ നൽകിയ മൊഴിയും തമ്മിലാണ് വൈരുദ്ധ്യമുള്ളത്. കോപ്പിയടിച്ചെന്ന പേരിൽ ജിഷ്ണുവിനെ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതും ഉത്തരക്കടലാസ് മുഴുവനായി വെട്ടിക്കളഞ്ഞതും ശക്തിവേലാണെന്നാണ് പ്രിൻസിപ്പൽ നേരത്തെ മൊഴി നൽകിയിരുന്നത്. എന്നാൽ കോപ്പിയടിച്ച കാര്യം തന്നോട് പറഞ്ഞതും ഉത്തരക്കടലാസ് വെട്ടിക്കളഞ്ഞതും പ്രവീണാണെന്നാണ് ശക്തിവേൽ ഇന്നലെ മൊഴി നൽകിയത്. ശക്തിവേലും പ്രവീണും ചേർന്ന് ഇടിമുറിയെന്നാരോപിക്കുന്ന ബോർഡ് റൂമിലേക്ക് ജിഷ്ണുവിനെ കൊണ്ടുപോയെന്ന് പ്രിൻസിപ്പലിന്റെ മൊഴിയിലുണ്ട്. ബോർഡ് റൂമിൽ പോയില്ലെന്നും പ്രിൻസിപ്പലിന്റെ മുറിയിലിരുന്ന് മാത്രമാണ് സംസാരിച്ചതെന്നുമാണ് ശക്തിവേലിന്റെ മൊഴി. ഇതോടൊപ്പം ഒളിവിൽ കഴിയുന്നതിനിടെ ഒരു തവണ പാലക്കാട് ജില്ലയിലെ ഒരു ലോഡ്ജിൽ വെച്ച് പി കൃഷ്ണദാസിനെ കണ്ട് സംസാരിച്ചിരുന്നതായി ശക്തിവേൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൃഷ്ണദാസ് അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. മീഡിയ 1 തൃശൂർ.